നമസ്കാരം. കേരളം പിടിക്കാൻ ഗ്യാരണ്ടികളുമായി UDF. VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപനങ്ങൾ നടത്തി. സാമൂഹിക ക്ഷേമത്തിൽ ഊന്നിയുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിക്കുന്നതിനുമായി 5 വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെച്ചത്. ഓരോ കുടുംബങ്ങൾക്കും മികച്ച ആരോഗ്യ പരിരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കാനും സംരംഭകത്വം, വയോജന സംരക്ഷണം എന്നീ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായകമാകുന്ന രീതിയിലാണ് ഈ ഗ്യാരണ്ടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ ഇവയാണ്. 1. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും. ഇത് സ്ത്രീകളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങളുടെ ദൈനംദിന ചെലവ് കുറയ്ക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നുവരുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം തോറും 1000 രൂപ സാമ്പത്തിക സഹായവും നൽകും. രണ്ടാമത്തെ പ്രധാന ഗ്യാരണ്ടി ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. 3. കുടുംബങ്ങൾക്ക് 25 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ലഭിക്കും. സാമ്പത്തിക ബാധ്യതയില്ലാതെ മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തത് യുവ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പയാണ്. സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും. മറ്റൊന്ന് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പാണ്. കേരളത്തിലെ വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കുന്നതിന് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിക്കുക, എല്ലാ പൗരന്മാർക്കും സമഗ്രമായ സാമൂഹിക സുരക്ഷ ഒരുക്കുക എന്നിവയാണ് പദ്ധതിയുടെ കാതൽ. സാധാരണക്കാരുടെ ജീവിത നിലവാരം നേരിട്ട് മെച്ചപ്പെടുത്തുന്ന, അത് ഉൾക്കൊള്ളുന്ന വികസനമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. ജനക്ഷേമം, പുതിയ തൊഴിലവസരങ്ങൾ, അന്തസ്സുള്ള ജീവിതം എന്നിവയിൽ അധിഷ്ഠിതമായ ഗ്യാരണ്ടികളാണ് UDF ഈ വാഗ്ദാനത്തോടെ മുന്നോട്ട് വയ്ക്കുന്നത്. UDFന്റെ വിശദമായ പ്രകടന പത്രിക വരും ദിവസങ്ങളിലും പുറത്തിറക്കും. എന്നാലും അദ്ദേഹം കേന്ദ്രത്തെയും കേരളത്തെയും തന്റെ പ്രസംഗത്തിൽ വിമർശിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. US-മായി വ്യാപാര കരാർ ഒപ്പിട്ടതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വഞ്ചിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. അമേരിക്ക പറയുന്നവരിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂവെന്ന് പ്രധാനമന്ത്രി ധാരണയിലെത്തി. ജനങ്ങളുടെ ഡേറ്റ ഇന്ത്യൻ സർക്കാർ US-ന് അടിയറവ് വെച്ചു. എപ്സ്റ്റീൻ ഫയലുകൾ ഇനിയും പുറത്തുവരാനുണ്ട്. ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുമുണ്ട്. പരിഭ്രമിച്ചാണ് അമേരിക്കയുമായുള്ള കരാറിൽ പ്രധാനമന്ത്രി ഒപ്പിട്ടത്. ട്രംപാണ് പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെയാണ് പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ED ഒരു നടപടിയും സ്വീകരിച്ചില്ല. കാരണം വ്യക്തമാണ്, അവർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. CPM BJP എന്നല്ല, കേരളത്തിൽ CJP എന്നാണ്. അവർ ഒറ്റക്കെട്ടാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു.